ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MEMMAS കിച്ചൺ. ഇന്ന് നമുക്ക് നാരങ്ങയും ഈന്തപ്പഴവും കൊണ്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ നാരങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാം. ചെറിയൊരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തട്ടിലേക്ക് ഈ നാരങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് അടുപ്പിൽ വെച്ചൊന്ന് ആവി കയറ്റാം. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ തിളയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്കും ആക്കാം. ഇപ്പോൾ നാരങ്ങ ആവിയൊക്കെ കയറി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നാരങ്ങ ഒന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നാരങ്ങയുടെ കയ്പൊന്ന് കളഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നാരങ്ങ ഓരോന്നായി എടുത്ത് തുടച്ച് കയ്പ് മാറ്റി എടുക്കുന്നുണ്ട്. ഇനി നാരങ്ങ നമുക്ക് മുറിച്ചെടുക്കാം. 4 കഷ്ണങ്ങളായിട്ട് നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നാരങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അച്ചാർ തയ്യാറാക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. 4 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് എടുത്തതാണ്. വെളുത്തുള്ളി നമ്മൾ അരിയൊന്നും വേണ്ട, ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് കാന്താരിമുളകാണ്. 30 ഗ്രാമോളം കാന്താരി നമ്മൾ ചേർക്കുന്നുണ്ട്. പകരം പച്ചമുളക് വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയമിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് വഴന്ന് കിട്ടുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി മുളക് പൊടി കരിഞ്ഞു പോകാതെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചട്ടി ഇറക്കി വെക്കാം. ചട്ടി ഇറക്കിയിട്ട് നമുക്കിതിലേക്ക് 2 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 12 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നാരങ്ങ അച്ചാറിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, വിനാഗിരിയാണ് കൂടുതലും ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 100 ഗ്രാം കുരു കളഞ്ഞെടുത്ത ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നാരങ്ങ ഈന്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുപ്പിയിലിട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്ത് വെക്കുകയാണെങ്കിൽ അച്ചാർ കേടുകൂടാതെ ഏറെ നാൾ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.